Scorpion fish. Very, very prized in the Mediterranean. It's got a texture, the flesh is similar to crayfish. What is his name? Grandaddy Harpooker. Snapper? Have you got a big snapper as well? I thought it was kingfish. Oh no, that's a... Alright, but there's definitely some kingfish around because I'm seeing them on the fish. Friends, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു അടുത്ത ഫിഷിംഗ് ട്രിപ്പിന് വന്നിരിക്കുകയായിരുന്നു. നമ്മൾ വാക്കുവർത്തി വന്നിട്ടാണ് പോയിരിക്കുന്നത്. ഇന്ന് കുറേ സാധനങ്ങൾ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ല. പിന്നെ ഒരു പുതിയ ഡിഫറെൻറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിന് എന്തായിരുന്നു? Grandaddy Harpooker. അപ്പുക. അതങ്ങനെ നല്ലൊരു ഫിഷ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോയിൽ ലോഡ് ചെയ്ത് കാണിക്കാം. പിന്നെ നമുക്ക് ഡുനൻഡിൽ നിന്ന് 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവരിവിടെ ഉണ്ട്. ഹായ് ജിൻഡോ. Hi. ജീസ്. പിന്നെ നമ്മുടെ എല്ലാം നായകൻ ഇവിടെ ഉണ്ട്, മെയിൻ ആള്. പുള്ളി വണ്ടിക്കകത്ത് കയറി വിളിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഫിഷിംഗ് ഡ്രീംസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്, എൻജോയ് ദ വീഡിയോസ്. ഓക്കെ, ബൈ. നമ്മൾ നേരെ വാർഫിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. രാവിലെ ഒരു 6 മണി ആകുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് നേരത്തെ തന്നെ നേരം വെളുക്കും. അതുപോലെ തന്നെ രാത്രിയാകാനും ലേറ്റ് ആവും. ഈ വട്ടം ഫിഷിങ്ങിന് പോകുന്നത് നമ്മൾ ജോനസിൻ്റെ കൂടാണ്. നമ്മളിപ്പം പോകുന്നത് ബെയ്റ്റ് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയാണ്. പുള്ളിക്കാൻ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരികയാണ്, എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത്. ഈ കാണുന്ന ഫിഷ് ടാങ്ക് നിറച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. എല്ലാവരും തോപ്പം മീനെ പിടിക്കുന്നുണ്ട്. ഇന്ന് നമുക്കിവിടെ കൂടുതലും അടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലൂ മാക്കലിലാണ്. കുറച്ച് നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഫിഷ് ടാങ്ക് ഏകദേശമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഗ്രേറ്റ് ബാരിയർ ഐലൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. മീൻ കണ്ടില്ലെന്ന് പറയല്ലേ കേട്ടാ. 2 പേരും. അതെ. ഇന്ന് കടൽ നല്ല ശാന്തമാണ്. രാവിലെ കുറച്ച് നേരം ക്ലൗഡിയാണ്. അത് കഴിയുമ്പോഴത്തേക്കിന് ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കിന് മാറും. നമ്മൾ നിൽക്കുന്ന ബോട്ടിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ മീനുകളാണ് ഉള്ളത്. ഇതിനെ പിടിക്കാൻ വേണ്ടിയാണ് കിങ്ഫിഷും വലിയ മീനുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് ആദ്യത്തെ നമ്മുടെ ശ്രമം. First 2 done. Then drop the other 2 or no? ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലൈബ്രറിനെ എടുത്ത് കാസ്റ്റ് ചെയ്യുകയാണ്. 4 റോഡാണ് നമ്മൾ ആദ്യം ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ കടൽ പക്ഷികളാണ്. വെള്ളത്തേക്കൂടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് കൂടുതലും കാണാൻ പറ്റുന്ന ഈ ബെയ്റ്റ് ഫിഷ് ഉള്ള സമയത്താണ്. നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം ബൈറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കുറേ നേരമായിട്ടും ഒരു ബൈറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങുകയാണിപ്പം. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ബാരിയർ ഐലൻഡിൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നതും ഇഷ്ടം പോലെ ബൈറ്റ്. കൂടുതൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്നാപ്പറാണ്. അതൊന്ന് ലേമോണ്ട് സ്നാപ്പർ. Easy man, easy peasy. You can. Come on man, do it. Patu, Do it. It's a snapper? Oh, I thought it's kingy. Not a bad bycatch, mate. So what's this? Is this a big snapper? Have you got a big snapper as well? I thought it was kingfish. Oh no, that's a snapper. You got a big snapper as well. Big snapper. My God. Whoa, big one. Alright, but there's definitely some kingfish around because I'm seeing them on the fish finder. So, it's worth a photo, mate. Yeah. Well done. Nicely done. That was very patient, letting them eat it. Take a hold it. And I can't
spiky. Yeah, you got a good hold? Yep, cool. അങ്ങനെ കുറേ നേരത്തെ മീൻ പിടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് നീങ്ങുകയാണ്. ആ പോകുന്ന സമയത്താണ് നമ്മൾ വല്ലതും കഴിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അത് നല്ല ലക്ഷറി ബോട്ടുകൾ. എനിക്ക് തോന്നുന്നു ഈ ഐലൻഡ് സൈഡിൽ വന്ന് കിടക്കുന്നതാണ് വൈകിട്ട്. ഇവിടെ നല്ല ബൈറ്റുണ്ട്. നല്ല അത് പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആ സ്ക്രീമിങ് സൗണ്ട് കേൾക്കാം. Try it. Whoa, that's a good one. Huh? Oh no. Yeah, you got it nice. Just got to get the hook out and then I think. Oh, another nice one. സ്നാപ്പറിനെ പിടിച്ച കിങ് ഫിഷിനെ പിടിക്കാൻ പോയി Oh, another nice one. My goodness. Wow. Okay. കൊണ്ടുപോകണ്ടെന്നോ സ്നാപ്പറിനെ പിടിച്ച് ആഗ്രഹം തീർത്ത് കിങ് ഫിഷിനെ പിടിക്കാൻ. കുഴപ്പമില്ല, അത്യാവശ്യം വലുപ്പമുള്ള. Yeah, this one. That one. It's taken down, it's not coming up. It's a heck of a mark down there, like real dark red, chunky. We're in about 50 metres. Scorpion fish. Very, very prized in the Mediterranean. It's got a texture, the flesh is similar to crayfish. But their spines will sting you, so you've got to be really careful of those. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് കാര്യമായിട്ട് കിങ്ങിയൊന്നും അടിച്ചില്ല. എല്ലാം കിട്ടിയത് കൂടുതലും സ്നാപ്പറും മറ്റുള്ള മീനുകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം വീണ്ടും സന്ധിക്കുന്നതിന് വരെ വണക്കം.